അമേരിക്കൻ ഭരണകൂടം എണ്ണ ഉപരോധം ഏർപ്പെടുത്തിയ ക്യൂബയുടെ സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ. ക്യൂബയുടെ പ്രധാന എണ്ണദാതാവായിരുന്ന വെനസ്വലയുടെ ഭരണാധികാരി നിക്കോളാസ് മഡൂറോയെ കഴിഞ്ഞ മാസം തട്ടിക്കൊണ്ടുപോയിരുന്നു. പിന്നാലെ വെനസ്വലയിൽ നിന്നുള്ള എണ്ണ ക്യൂബയിൽ എത്തില്ലെന്ന് ഉറപ്പാക്കി രാജ്യത്തെ ക്ഷാമത്തിലേക്ക് തള്ളിവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. തുടർന്നുണ്ടായ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ വക്താവ് മാൽട്ട ഹുർട്ടാഡോ ക്യൂബയെക്കുറിച്ചുള്ള ആശങ്ക പങ്കുവച്ചിരിക്കുന്നത്. ദീർഘകാലമായുള്ള സാമ്പത്തികവും വ്യാപാരപരവുമായ ഉപരോധങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും എണ്ണ കയറ്റുമതിയിലെ US നിയന്ത്രണങ്ങളും കാരണം ക്യൂബയിൽ സംഭവിച്ചിരിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ പ്രതിസന്ധിയിൽ വളരെയധികം ആശങ്കയുണ്ടെന്ന് മാറ്റ ഹുർട്ടാഡോ ജനീവയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഉപരോധം ക്യൂബയിലെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ഹുർട്ടാഡോ പറഞ്ഞു. ഏത് ലക്ഷ്യത്തിന്റെ പേരിലാണെങ്കിലും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന നടപടികളെ ന്യായീകരിക്കാനാകില്ല. ക്യൂബൻ ജനതയ്ക്ക് സംഭവിക്കുന്ന ആഘാതങ്ങൾ കണക്കിലെടുത്ത് ഏകപക്ഷീയമായ എല്ലാ മേഖലാ നടപടികളിൽ നിന്നും എല്ലാ രാഷ്ട്രങ്ങളും പിന്മാറണമെന്ന് UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്കിന് വേണ്ടിയുള്ള പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ക്യൂബയിലെ ആരോഗ്യം, ഭക്ഷണം, ജലസംവിധാനം എന്നിവയെല്ലാം ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തെ ആശ്രയിച്ചാണെന്നതിനാൽ ക്യൂബയിലെ എണ്ണക്ഷാമം അവശ്യ സേവനങ്ങളെ ഗുരുതരമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ടെന്ന് ഹുർട്ടാഡോ വിശദീകരിച്ചു. വാക്സിനുകൾ, മരുന്നുകൾ എന്നിവയുടെ ഉൽപാദനവും വിതരണവും അടക്കം അപകടകരമായ നിലയിലാണ്. ക്യൂബയിലെ 80% വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ്. ഇതിനായി വെള്ളം പമ്പ് ചെയ്യുന്നതിന് ഇന്ധനം ആവശ്യമാണെന്നതിനാൽ വൈദ്യുതി മുടക്കം രാജ്യത്ത് സാധാരണമായിരിക്കുകയുമാണ്. ശുചിത്വത്തെയും ജലലഭ്യതയെയും ഇത് ബാധിച്ചിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം 1962 US ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ക്യൂബ നിലവിലെ വെനസ്വലൻ എണ്ണ ഇറക്കുമതി കൂടി നിലച്ചതോടെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സംഘർഷം ലഘൂകരിക്കാനും അവകാശ സംരക്ഷണത്തിനുമായി ക്യൂബ ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും മധ്യസ്ഥ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ അറിയിച്ചു. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കങ്ങളെ ബ്ലാക്ക് മെയിലിംഗ് എന്നാണ് ക്യൂബ കുറ്റപ്പെടുത്തുന്നത്. ക്യൂബയെ ഇത്തരത്തിൽ ശ്വാസം മുട്ടിക്കുന്നത് അന്യായമാണെന്ന് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷിൻബോമും പ്രതികരിച്ചിട്ടുണ്ട്. ആശുപത്രികൾക്കും സ്കൂളുകൾക്കും പോലും ഇന്ധനമില്ലാത്ത അവസ്ഥയാണിതെന്നും അവർ ചൂണ്ടിക്കാട്ടി. അതേസമയം ക്യൂബയിലെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് എണ്ണക്കപ്പലുകളുടെ കുറവ് മാത്രമല്ല കാരണമെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വാദം. ഇതിനിടെ $6 മില്യൺ മാനുഷിക സഹായം അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം US-ഉമായുള്ള വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണയോട് മുഖം തിരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ. US-ന്റെയും ഇപ്പോൾ US-ന്റെ അധീനതയിലുള്ള വെനസ്വലയുടെയും എണ്ണ വാങ്ങുന്നതിന് മുൻഗണന നൽകാൻ പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചെന്നാണ് വിവരം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും ഏപ്രിലേക്കുള്ള ആവശ്യത്തിനായി 20 ലക്ഷം ബാരലിന്റെ ഓർഡർ വെനസ്വലയ്ക്ക് നൽകി കഴിഞ്ഞു. ഒരു വമ്പൻ എണ്ണക്കപ്പലിൽ തന്നെ ഈ ഓർഡർ പ്രകാരമുള്ള വെനസ്വലൻ എണ്ണയെത്തും. ഇതിൽ 15% ബാരലും ഇന്ത്യൻ ഓയിലിന് വേണ്ടിയുള്ളതാണ്. 5 ലക്ഷം HPCL-നും. കഴിഞ്ഞ ആഴ്ചയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി വ്യാപാര ഡീൽ പ്രഖ്യാപിച്ചതും ഇന്ത്യക്ക് മേലുള്ള 50% പകരം തീരുവ 18% വെട്ടിക്കുറച്ചതും. റഷ്യൻ എണ്ണ നേരിട്ടോ അല്ലാതെയോ വാങ്ങുന്നത് ഇന്ത്യ പൂർണ്ണമായും നിർത്തുമെന്നും ഇക്കാര്യം പ്രധാനമന്ത്രി മോദി സമ്മതിച്ചെന്നും അന്ന് ട്രംപ് അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.